കഴിഞ്ഞ ദിവസമാണ് തൃശൂർ വരന്തരപ്പള്ളിയിൽ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ എന്ന 36-കാരി മരണപ്പെടുന്നത്. പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. ഇരുവർക്കും 11 വയസ്സുള്ള ഒരു മകനുമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് തന്റെ ഭാര്യ മരണപ്പെട്ടു എന്ന കുഞ്ഞുമോൻ നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അറിയിക്കുന്നത്. അലർജിയും പനിയും അതിനു പുറമേയുണ്ടായ ശ്വാസം മുട്ടലുമാണ് മരണത്തിന് കാരണമായത് എന്നാണ് ഇദ്ദേഹം എല്ലാവരോടും പറഞ്ഞത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം സംഭവസ്ഥലത്തേക്കെത്തി. തുടർന്ന് പോലീസ് എത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ദിവ്യയുടെ കഴുത്തിന്റെ ഭാഗത്തും മുഖത്തുമായി ചില പാടുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൂടാതെ ഈ പാടുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന സൂചനയിലേക്കും പോലീസ് എത്തി. ആദ്യം ആർക്കും സംശയമുണ്ടായിരുന്നില്ലെങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമെന്ന പോലീസ് കണ്ടെത്തിയതോടെ ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി രംഗത്തെത്തി. ഇതിന് പിന്നാലെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. കുറച്ചു നാളുകളായി കുഞ്ഞുമോന് ഭാര്യയെ സംശയമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംശയം തുടങ്ങിയതിന് പിന്നാലെ പലപ്പോഴായി ഇദ്ദേഹം ദിവ്യയെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയും ദിവ്യ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുമോൻ രഹസ്യമായി ദിവ്യയെ പിന്തുടർന്നിരുന്നു. ഒരു തുണിക്കടയിലെ സെയിൽസ് ഗേളായി ജോലി ചെയ്തു വരികയായിരുന്നു ദിവ്യ. ജോലി സ്ഥലത്തേക്ക് ബസ്സിൽ പോയ ദിവ്യ എന്നാൽ കുറച്ചു ദൂരം ബസ് പിന്നിട്ട ശേഷം മറ്റൊരു സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ കാത്തുനിന്ന ഒരാളോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ കയറി പോവുകയുമായിരുന്നു. ഇതിനു പിന്നാലെ തന്റെ സംശയം ശരിവെച്ച കുഞ്ഞുമോൻ വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയതിന് പിന്നാലെ ഈ കാര്യം പറഞ്ഞ ഭാര്യയുമായി തർക്കത്തിലേർപ്പെടുകയായിരുന്നു. കലഹത്തിനൊടുവിലാണ് കുഞ്ഞുമോൻ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ പല കഥകൾ മാറ്റിപ്പറഞ്ഞുവെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. വേലൂപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളാണ് ദിവ്യ. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത കുഞ്ഞുമോന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മരിച്ച ദിവ്യയുടെ സഹോദരൻ വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി പാറയ്ക്ക ദീപീഷിന് ഇന്നലെ വൈകിട്ടുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സംഭവമുണ്ടായി. ദിവ്യ താമസിക്കുന്ന വീടിന് 150 മീറ്റർ സമീപം ദീപീഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ഇദ്ദേഹം ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.